ഞാൻ വിൻസിനെ സപ്പോർട്ട് ചെയ്ത് വന്നത്. എനിക്ക് വിൻസിനെ ഒരു ആസ് എ ഫ്രണ്ട് അറിയാം. ഇപ്പൊ ഈ വിഷയം വിൻസി എന്നോട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വിൻസി പ്രതികരിച്ചപ്പോ ഈ പറയുന്ന പോലെ ഭയങ്കര ഭീകരമായ ഒരു സൈബർ ബുള്ളിങ് നേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും എനിക്കറിയില്ല ആരാണ് വിൻസിനോട് മോശമായി പെരുമാറിയത് എന്നുള്ളത്. ഞാൻ വിൻസിയുടെ കൂടെ ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് പൊതുവെ നമ്മളുടെ ചുറ്റും നടക്കുന്ന ഒരു സംഭവമാണെന്നും ഒരാളെ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നത് കണ്ട് വെറുതെ നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ സൈഡിൽ നിന്ന് ഒരു പിന്തുണ അറിയിച്ചത്. ഓക്കെ, അത് വ്യക്തമായി. ശ്രുതി ഇപ്പോൾ സിനിമയിൽ കൂടി വന്നിരിക്കുകയാണല്ലോ, അപ്പോൾ ശ്രുതിക്ക് സമാനമായ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ലഹരി എന്ന് പറയുമ്പോൾ ഈ പറയുന്നത് പോലെ മദ്യപാനം കാരണം സെറ്റില് ഒരു തവണ ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് പേഴ്സണലായിട്ടല്ല, നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഷൂട്ട് കുറച്ച് ദൈർഘ്യ നേരത്തേക്ക് നിർത്തി വെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയും ഞങ്ങൾക്കെല്ലാം അത് കാരണം പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോ ആ പോയിന്റിൽ പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടായി. പക്ഷെ എനിക്ക് അറിയാവുന്ന സുഹൃത്തുക്കൾക്ക് ഇതുപോലെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതും അവിടെ ഒന്നും തന്നെ നടക്കാതിരുന്നതും ഉള്ള ഒരു സാഡ് റിയാലിറ്റിയും ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്.